രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന അധ്വാനം മണിക്കൂറുകൾ നീളും. ഈ ശാരീരിക പറമ്പ് കിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന വഴിയാണിത്. കണ്ടോ, ഇതിലാണ് അരുണേട്ടൻ ഇറങ്ങുക. ഇതിങ്ങനെ കൊത്തിന് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ടോ? അത്ഭുതം ഇപ്പൊ വെച്ചാത്ത സുഖമില്ലാത്ത ആളല്ലേ, നമുക്ക് അത്ഭുതം തന്നെ. അപ്പൊ ഈ ഒരു പറമ്പ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പറമ്പ് ഇതിങ്ങനെ കിളച്ച് ഈ ഒരു രീതിയിലേക്ക് കൃഷി ചെയ്തു വെച്ചത് ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചിട്ടല്ല, ഈ പാവപ്പെട്ട ഈ ചേട്ടനാണ്. ചേട്ടൻ്റെ കാലിനൊന്നും സ്വാധീനം വളരെയധികം കുറവാണ്. ശരിക്കും നടക്കാൻ പറ്റൂലല്ലേ ചേട്ടാ? ശരിക്കും നടക്കാൻ കഴിയോ? നടക്കാൻ കഴിയാഞ്ഞിട്ട് നിങ്ങള് ഈ പറമ്പ് മുഴുവൻ കിളച്ചു. ദൈവം അനുഗ്രഹിച്ചിട്ടാ. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക്? ആരും സഹായിക്കാനൊന്നും ഉണ്ടാവില്ല? വയ്യാതാവുമ്പോ ആരെങ്കിലും വരും, അല്ലാങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ കിളച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അരുണേട്ടൻ എങ്ങനെ കൊട്ടും? ഇങ്ങനെ അരുണേട്ടൻ കൊട്ടും. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിവേളാണ്. ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് പ്രചോദനം ആവുന്നൊരു വീഡിയോ കേട്ടോ. എങ്ങനെയുണ്ട്? ഈ കൃഷി ഒന്ന് കാണിച്ചു കൊടുത്താ. ഈ കൃഷിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കാണട്ടോ. അപ്പോൾ പൊന്നാര ചങ്കള ഈ പ്രിയപ്പെട്ട ചേട്ടനാണ് കേട്ടോ ഈ ഒരു കൃഷി ചെയ്തത്. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഈ കൃഷി ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട്? 5-6 കൊല്ലായി. നിങ്ങളെ പറ്റി ഒരു ഈ പത്രത്തിലൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്വന്തമായി കൃഷി ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? പയറുണ്ട്, വാഴ ഉണ്ട്, കപ്പ ഉണ്ട്. വാഴ കൃഷി ഇത് കഴിഞ്ഞിട്ടാ, അങ്ങനെയാണോ പറഞ്ഞത്? അപ്പൊ പയർ ഇതാ, ഈ ഒരു പയറ് കഴിഞ്ഞിട്ട് വീണ്ടും വാഴ കൃഷിയിലേക്ക് വരുന്നതാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പയറിന്റെ കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ തോന്നുന്നു അല്ലേ? ഒരാഴ്ചയായിട്ടുള്ളൂ. മുളച്ച് വരുന്നുള്ളൂ. അപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളത്. ഇതിപ്പോ എത്ര സമയം കൊണ്ടാണ് ഇത് കൃഷി പയറ് ആവുക? 2 മാസം. 2 മാസം കൊണ്ടാവുന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 വർഷമായിട്ട് അരുണേട്ടൻ ഇങ്ങനെ ഈ ഒരു പറമ്പ് ഈ ഭാഗത്തൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനാട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, സാധാരണ രീതിയിൽ ശരീരം കൊണ്ട്, അതായത് മേലനങ്ങി പണിയെടുക്കാൻ കഴിയുന്ന ആളുകൾ പോലും ഇന്നത്തെ കുഴിമടിയന്മാരായിട്ട് ജീവിതം തള്ളി നീക്കുമ്പോൾ അരുണേട്ടനെ പോലുള്ള ഇത് കണ്ടില്ല നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ കാലിനൊക്കെ ഇങ്ങനെ ഒരു സ്വാധീനം കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ ആണ് അദ്ദേഹം യാത്ര ചെയ്യൽ. ഇത് കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ കാലുകൊണ്ട് വയ്യായി ഉണ്ടായിരുന്നോ? അപ്പോൾ ഈ കൃഷിയിലേക്ക് വരാൻ ആദ്യം ഇഷ്ടമായിരുന്നോ? ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു? ചെറുപ്പത്തിലേ കൃഷി ചെയ്യും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഇത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് കിളച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പയർ കൃഷിയാണെങ്കിലും വാഴ കൃഷിയാണെങ്കിലും കപ്പ കൃഷിയാണെങ്കിലും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ് നിങ്ങളെ. പറമ്പിലേക്കൊക്കെ എങ്ങനെയാ ഞങ്ങൾ ഇറങ്ങല്? അവിടെ വഴി ഉണ്ടല്ലേ? കാണിച്ചു കൊടുത്താല് ഇറങ്ങുന്ന വഴിയൊന്നും അരുണേട്ടന് ഈ ഒരു പറമ്പ് കൊത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എന്നാലും ഒരുപാട് ആളുകൾക്ക് ഇത് പ്രചോദനമാവട്ടെ. കണ്ടില്ലേ? തൂമ്പൊക്കെ എവിടെയാണ്? വീട്ടിലാണല്ലേ? ഇതിലാണ് നിങ്ങൾ ഇറങ്ങല്? ഇതിലിറങ്ങൂല്ലേ? അപ്പൊ ഇതിലാണ് അരുണേട്ടന് ഈ പറമ്പ് കിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന വഴിയാണിത്. കണ്ടോ, ഇതിലാണ് അരുണേട്ടൻ ഇറങ്ങുക. ഇതിൽ വണ്ടിയായിട്ട് ഇറങ്ങല? വണ്ടി അവിടെ നിർത്തും. പിന്നെ ഇവിടെ ഇപ്പം മൂപ്പർക്ക് ഇന്ന് പണിയെടുക്കാനൊന്നും ഇല്ല. ഇന്നിപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? നോക്കാൻ വേണ്ടിയിട്ട് വളടാണ്ടേന്നാ? ജന്തുക്കൾ വരും. തത്ത, മൈന, തത്തയും കിളികളൊക്കെ വരും. അപ്പൊ നോക്കാൻ വേണ്ടിട്ട്. അത് ശരി. ഇപ്പൊ അരുണേട്ടൻ വന്ന എന്തായാലും അറിയോ, ഇത് ഇപ്പൊ മൂപ്പര് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പയർ കൃഷിയൊക്കെ സംഭവം സെറ്റാണ്. കപ്പ കൃഷി അവിടെ വെച്ചിട്ടുണ്ട്. ഈ പയർ കൃഷിയിൽ ഇപ്പോൾ മൂപ്പര് ഇവിടെ വന്നിട്ടുള്ളത് കാവൽ നിൽക്കാനും കൂടിയാണ്. കാരണം പണി കഴിഞ്ഞിട്ടുണ്ട്.
പയറൊക്കെ ഇങ്ങനെ കിളർത്ത് വരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ആ തപ്പുമ്മൽ കൊട്ടിയിട്ടാണ് പുള്ളിക്കാരൻ എന്ത് പണി ചെയ്യുന്നത്, തത്ത അങ്ങനെയുള്ള കിളികളൊക്കെ വന്നിട്ട് ഈ ഒരു അല്ലേ ഇലകളൊക്കെ കടിക്ക് കൊത്തും, അതിന് തൂമ്പിനൊക്കെ കൊത്തും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ കാവലിക്കുന്ന സമയത്താണ് ഞാൻ അരുണേട്ടനെ കാണുന്നത്. ഒരുപാട് സന്തോഷം കേട്ടോ. പണ്ട് ഇനി ഒരു കാര്യം കൂടി പറയുകയാണ്, അരുണേട്ടന് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ഈ കൃഷിയൊക്കെ സ്വന്തമായി ചെയ്യുന്നത് നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി കണ്ടിരുന്നു. 2-3 വർഷം മുമ്പ് ഈ അരുണേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനും അരുണേട്ടന് ഒരു പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് അമീറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവല്ലേ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് യാദൃശ്ചികമായിട്ട് ഞാൻ ഇതിലാണ് പാസ് ചെയ്യുമ്പോഴാണ് അരുണേട്ടൻ ഇവിടെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അരുണേട്ടൻ ഈ പറഞ്ഞ പറമ്പിൽ മുഴുവൻ വീണ്ടും കൃഷിയായിട്ട് സജീവമായി നിൽക്കുകയാണ്. അന്ന് പിന്നെ ഈ ഒരു വണ്ടി ഇല്ലായിരുന്നു കേട്ടോ അരുണേട്ടന്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ പാടത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കണ്ണൂരുള്ള കുറച്ച് സുഹൃത്തുക്കൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വാഹനം കൊടുത്തത്. അതിനുശേഷം അരുണേട്ട ഇപ്പോൾ വീട്ടിലേക്കൊക്കെ വരാനും അല്ലേ, പറമ്പിലേക്ക് വരാനും വീട്ടിലേക്ക് വരും, ഒറ്റയ്ക്ക് പോവും. അപ്പോൾ അരുണേട്ടൻ ഒന്ന് ഇങ്ങനെ കയറി വന്നാണ് തിരിച്ചാണി. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ അറിയോ, അരുണേട്ടൻ തന്നെ വീട്ടിലേക്ക് നിന്ന് നേരെ വണ്ടിയായിട്ട് ഒറ്റയ്ക്ക് വരും. അന്ന് പിന്നെ ആരെങ്കിലുമൊക്കെ കൂടെ വരേണ്ടി വന്നിരുന്നു. എന്തായാലും നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിലിരിക്കാനുള്ളതല്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. അരുണേട്ടനെ പോലെ ഇതുപോലെ നല്ല എന്താ പറയുക ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കൊത്തിന് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ടോ? അത്ഭുതം ഇപ്പൊ വെച്ചാത്ത സുഖമില്ലാത്ത ആളല്ലേ, നമുക്ക് അത്ഭുതം തന്നെ. നിങ്ങൾ കൃഷിക്കാരനാണോ? ഞാൻ കൃഷിക്കാരനാണ്. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? തീർച്ചയായും കുഴപ്പമില്ല. അരുണേട്ടൻ ഈ പറമ്പിൽ കൊത്തുന്നത് കാണുന്ന ഒരു ഇക്കയാണിത്. ഇക്കൊക്കെ പറയുന്നത് അത്ഭുതം തന്നെയാണ്. അതന്നെയാണ് ഞാനും പറയുന്നുള്ളത്. അപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ? അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം തന്നെയാണ് അരുണേട്ടൻ സ്വന്തമായി ചെയ്യുന്ന ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സ്വന്തമായിട്ടുള്ള ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ കഴിയാത്തൊരു പാവം മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്ക് നമുക്ക് അഭിമാനമാണ്. എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ എന്തായാലും അരുണേട്ടൻ്റെ ഈ ഒരു പ്രവൃത്തി ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ. അദ്ദേഹത്തിൻ്റെ കപ്പകൃഷിയും പയർ കൃഷിയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി അദ്ദേഹം ഇത് കഴിഞ്ഞാൽ വാഴക്കൃഷിയിലേക്കാണ് കടക്കുക. എന്തായാലും ഇങ്ങനൊരു വീൽ ചെയർ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോകാനും വരാനും സ്വന്തമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് തീർത്തും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ്. അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ്. ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പ്രചോദനമാവേണ്ടത്. അപ്പോൾ അരുണേട്ടൻ എങ്ങനെ കൊട്ടും, ഇങ്ങനെ അരുണേട്ടൻ കൊട്ടും. എന്തിനാന്നല്ലേ ഇത് കണ്ട. അപ്പോൾ വല്ല പക്ഷികളും വന്നു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടും. കണ്ടം വഴി ഓടില്ലെങ്കിൽ പ്രിയപ്പെട്ട അരുണേട്ടൻ ഓടിക്കും എന്നുള്ളതാണ് അല്ലേ അരുണേട്ടാ?